Good morning. In this, we will discuss another problem. Solve y double dash plus y equal to 10 e raised to t into sin t. This differential equation is homogeneous, non-homogeneous linear differential equation. Okay. Now, we have given differential equation. Y double dash plus y equal to 10 e raised to t sin t. Equation number 1. Okay. Next corresponding homogeneous equation y double dash plus y equal to 0. This is equation number 2. 2 ന് corresponding ആയിട്ടുള്ള നമ്മുടെ auxiliary equation m square plus 1 equal to 0. That implies m equal to plus or minus I. So we have m equal to plus or minus I. That's equal to 0 plus or minus 1 I. Alpha equal to 0, beta equal to 1. Two distinct complex root ആണ് കിട്ടിയിരിക്കുന്നത്. 0 plus I അതുപോലെ തന്നെ 0 minus I ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് ജനറൽ സൊല്യൂഷൻ അറിയാം. എന്താണ്? yc of t equal to e raised to alpha t of a cos beta t plus b sin beta t. ഇതാണ് നമ്മുടെ 2 ന് രണ്ട് കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ corresponding general solution എന്ന് പറയുന്നത് എന്താ? yc of t equal to e raised to alpha t of a cos beta t plus b sin beta t എന്നാണ്. അപ്പോൾ നമ്മൾ നേരെ ആൽഫന്റെ വാല്യൂ ബീറ്റന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ yc of t equal to e raised to 0 1 ആണ്. That implies a cos beta ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ cos t plus b sin t. അതായത് 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ ആരാണ്? yc of t equal to a cos t plus b sin t ആണ് 2 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കേ, രണ്ടാമത് നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് അതായത് ഇക്വേഷൻ നമ്പർ 1 ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടണം. ഓക്കേ, അതായത് ഇവിടെ g of t is equal to കറസ്പോണ്ട് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ g of t എന്ന് പറഞ്ഞാൽ g of t equal to 10 e raised to t sin t ആണ് g of t എന്ന് പറയുന്നത്. അതായത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ഒരു ട്രിഗോമെട്രിക് ഫംഗ്ഷനും ആണ് ഇത് തന്നിട്ടുള്ളത്. പ്രൊഡക്റ്റ് ആയിട്ടാണ് ആദ്യം g of t തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഗിവൺ ടേബിൾ നോക്കുക. നിങ്ങൾ ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ അതായത് ഒരു എക്സ്പോണൻഷ്യലിന്റെയും ഒരു ട്രിഗോമെട്രിയുടെയും പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മെത്തേഡാണ് പഠിച്ചത്. g of t is equal to k e raised to alpha t രൂപത്തിലാണ് നമുക്ക് അറിയാം. ഇതിനെ വൈപ്പ് എങ്ങനെ എടുക്കേണ്ടത്? c e raised to alpha t ആയിട്ട് എടുക്കേണ്ടത്. ഓക്കേ, അതേപോലെ തന്നെ g of t sin ഒരു kt ഏതൊരു സൈനോ അല്ലെങ്കിൽ കോസോ ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് m cos beta t plus n cos beta t ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അത് ഡിസ്കസ് ചെയ്യേണ്ടത്. അതായത് yp നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ g of t എന്നുള്ളത് 10 e raised to t into sin t ആണ്. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് yp choose yp is equal to c e raised to t. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് sin t ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു m sin t plus ഒരു n cos t. ഇതാണ് നമ്മുടെ yp എന്ന് പറയുന്നത്. ഓക്കേ, നെക്സ്റ്റ് yp ന്റെ ഡെറിവേറ്റീവ് ആണ്. നമുക്ക് ഓൾറെഡി നോക്കാം ഈ c ഇവിടെ വേണമെന്നില്ല. കാരണം ഓൾറെഡി m ഇവിടെ ഉണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ചെയ്ത വേറെ കോൺസ്റ്റന്റ് ആയി മാറും. അപ്പോൾ c വേണമെന്നില്ല. ഓക്കേ, അത് yp equal to e raised to t of m sin t plus n cos t എന്ന് എടുക്കുക. അപ്പോൾ yp എന്ത് വരും? ഇതിങ്ങനെ എടുക്കാനുള്ള കാരണം e raised to t ന് കറസ്പോണ്ടിങ് ആയിട്ട് e raised to t നമ്മൾ ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് yp കിട്ടും. അതേപോലെ sin t ക്ക് നമ്മൾ ടേബിൾ നോക്കി കഴിഞ്ഞാൽ m sin t n cos t എന്ന് വരും. നമ്മൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ്
ഇടണമെന്നില്ല. കാരണം അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഓൾറെഡി പ്രൊഡക്റ്റ് കഴിഞ്ഞാൽ സി ഇൻറ്റു എം സി ഇൻറ്റു എം എന്താ വരിക? അത് വേറെ കോൺസ്റ്റന്റ് വരിക. അതുകൊണ്ട് നമ്മളിവിടെ ഇതിന്റെ കോൺസ്റ്റന്റ് ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ വൈ പി ഡാഷ് എന്ത് വരും? വൈ പി ഡാഷ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എം ഇൻറ്റു സൈൻ ടിന്റെ കോസ് ടി പ്ലസ് എൻ ഇൻറ്റു കോസ് ടിന്റെ മൈനസ് സൈൻ ടി മൈനസ് സൈൻ ടി ഇങ്ങനെ വരും. പ്ലസ് സെക്കൻഡ് ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എം സൈൻ ടി പ്ലസ് എൻ കോസ് ടി. ഇ റൈസ് ടു ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു ടി അല്ലേ. നമ്മൾ ഇ റൈസ് ടു ടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇ റൈസ് ടു ടി ഓഫ് സൈൻ ഒക്കെ ഒരുമിച്ച് ചെയ്താൽ ഇവിടെ സൈൻ ഉണ്ട്, അതുപോലെ ഇവിടെ സൈൻ ഉണ്ട്. അപ്പൊ സൈൻ എഴുതുമ്പോൾ എം മൈനസ് എൻ ഇൻറ്റു സൈൻ ടി പ്ലസ് അതുപോലെ കോസിനൊക്കെ ഒരുമിച്ച് എഴുതുമ്പോൾ ഇവിടെ കോസിന്റെ പടി കോസിന് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ പ്ലസ് എം അല്ലെങ്കിൽ എം പ്ലസ് എൻ ഇൻറ്റു കോസ് ടി അങ്ങനെ വരും. ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? വൈ പി ഡബിൾ ഡാഷ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ എന്ത് വരും? ഇ റൈസ് ടു ടി ഓഫ് എം മൈനസ് എൻ ഇൻറ്റു സൈൻ ടി ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി കോസ് ടി പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു കോസ് ടിന്റെ മൈനസ് സൈൻ ടി. ആ മൈനസ് സൈൻ ഇവിടെ കൊടുക്കാണ് മൈനസ് സൈൻ ടി ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഈ ടേം പ്ലസ് എം മൈനസ് എൻ ഇൻറ്റു സൈൻ ടി പ്ലസ് എം പ്ലസ് എൻ ഇൻറ്റു കോസ് ടി. ഇ റൈസ് ടു ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു ടി ആണ്. രണ്ടിന് കോമൺ ആയിട്ട് ആരും ഇ റൈസ് ടു ടി ഇ റൈസ് ടു ടിനെ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇ റൈസ് ടു ടി ഓഫ് അതേപോലെ തന്നെ ഇവിടെ കോസ് ഉണ്ട്, ഇവിടെയും കോസ് ഉണ്ട്, ഇവിടെയും കോസ് ഉണ്ട്. കോസിന് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയും കോസ് ആകുമ്പോൾ എം പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്യാണ്. രണ്ടിനും കോമൺ ആയിട്ട് കോസ് ഉണ്ടല്ലോ. കോസ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എം ആഡ് ചെയ്ത് 2m, ഇവിടെ എന്നും മൈനസ് എന്നും കൂടെ ആഡ് ചെയ്തത് 0 2m കോസ് ടി പ്ലസ് ഇവിടെ സൈനിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ആണ്. അപ്പോ m മൈനസ് m 0 മൈനസ് n മൈനസ് 2n സൈൻ ടി അങ്ങനെ വരും. ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് എന്നുള്ളത്. ഇത് നമ്മുടെ ഗിവൺ വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വൈ പി ഡബിൾ ഡാഷ് വൈ പി വണ്ണിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തരും വൈ പി ഡബിൾ ഡാഷ് പ്ലസ് വൈ പി ഈക്വൽ ടു ആരാണ്? 10 ഇ റൈസ് ടു ടി സൈൻ ടി ആണ്. അപ്പൊ കറസ്പോണ്ടിങ് വൈ പി ഡബിൾ ഡാഷ് ആയിരിക്കും. വൈ പി ഡബിൾ ഡാഷ് ഇ റൈസ് ടു ടി ഓഫ് 2m കോസ് ടി മൈനസ് 2n സൈൻ ടി പ്ലസ് വൈ പി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ടി ഓഫ് എം സൈൻ ടി പ്ലസ് എൻ കോസ് ടി ആണ്. n cos t equal to 10 e raised to t sin t. ഓക്കെ, നമുക്ക് നോക്കാം. e raised to t എന്തിന് രണ്ട് ടേമിൽ മാറിയിട്ട് e raised to t ഉണ്ട്. e raised to t രണ്ട് ടേമിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിനെ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ that implies e raised to t of ഇവിടെ cos ഉണ്ട്, ഇവിടെ cos ഉണ്ട്. അപ്പോൾ cosനെ ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? 2m plus n 2m plus n into cos t. അതുപോലെ സൈനെ ഒരുമിച്ച് എഴുതി. ഇവിടെ സൈൻ ഉണ്ട്, ഇവിടെ സൈൻ ഉണ്ട്. സൈൻ ആവുമ്പോൾ മൈനസ് 2n പ്ലസ് m sin t equal to 10 e raised to t sin t. Okay. Comparing coefficient of sin t.
sin t ന്റെ കോഎഫിഷ്യന്റ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കാം ഇവിടെ e raised to t sin t ഇവിടെ ഉണ്ട് e raised to t into sin t ഇവിടെ ഉണ്ട് അതുപോലെ e raised to t into sin t ഇവിടെ ഉണ്ട് അപ്പോൾ കമ്പയർ ചെയ്താൽ എന്ത് വരും -2n plus m equal to 10 വരും ഇവിടെ 10 ഉണ്ട് അതുപോലെ കമ്പയറിംഗ് കോഎഫിഷ്യന്റ് ഓഫ് cos t കമ്പയർ ചെയ്താൽ ഇവിടെ cos t ഉണ്ട് ഇവിടെ cos t അപ്പോൾ 0 ഇവിടെ കമ്പയർ ചെയ്യുന്നത് 2m plus n equal to ആര് വരും 0 എന്ന് വരും okay that is equal to ഇവിടുന്ന് 2m equal to minus n എന്ന് എഴുതാം 2m equal to minus n എന്ന് എഴുതാം ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ 4m equal to minus 2n എന്ന് എഴുതാം ഈ 2n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും 4m plus m equal to 10 എന്ന് വരും അതായത് m equal to ആര് വരും 5m equal to 10 എന്ന് വരും that implies m equal to 5 വരും m equal to 5 അല്ല 2 m equal to 2 വരും ഓക്കേ m 2 ആണെങ്കിൽ -2n എന്ത് വരിക m 2 ആണെങ്കിൽ minus n is equal to ആരാണ് 4 ആണ് minus n is equal to 4 ആണ് അപ്പോൾ n is equal to ആരാണ് -4 ആണ് അപ്പോൾ m ന്റെ n ന്റെ വാല്യൂ കിട്ടി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ yp സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ yp എന്ത് വരിക corresponding general particular solution of yp അതായത് m is equal to 2 ആണെങ്കിൽ yp equal to e raised to t of 2 sin t minus 4 cos t ഇങ്ങനെയാണ് yp വരിക അങ്ങനെയാണ് ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആരാണ് yp plus yc ആരെ കിട്ടും ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 1